പഴം സർവത്തിൻ്റെ കുടിക്കാൻ പറ്റും, കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ചൂടത്തേക്ക് ഒന്നൊന്ന് ബോഡി ഒന്ന് ചില്ലാക്കാനൊക്കെ ഞങ്ങൾ ഷർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഞങ്ങൾ പോരി നടത്തിച്ച് ഗൈസ്. അതെ അതെ, ഞാനിവർ ഓൾറെഡി ഒന്ന്, അതായത് ഇവർ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരിക്കല്ലോ. തൃശ്ശൂർ ഒരു ദിവസം പോകാണ്ടോ, നമ്മളൊരു കടയിൽ ഇങ്ങനെ കണ്ടു, അത് വഴിയോരത്തൊരു കട കണ്ടു. പക്ഷെ അവിടെയാണെങ്കിൽ ആൾക്കാർ കാറിൽ വന്നും ബൈക്കൊക്കെ നിർത്തിയും, എൻ്റെ പൊന്നി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്ക് തിരക്ക്, അമ്മാര് ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണമല്ലോ, അറിയാതെ പോകുന്ന മോശമല്ലേ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ വണ്ടിയിൽ നിർത്തി വ്ളോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ കടയിലേക്ക് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കട സെയിം തന്നെയുണ്ടാവും. ഈ കടയിലുള്ള പഴം മിൽക്കും അവിൽ മിൽക്കും കുടുക്ക സർബത്തൊക്കെ തൊട്ടടുത്ത കടയിലും. പക്ഷെ അവിടെ ഒന്നുമില്ല, ഇവിടെയാണ് തിരക്ക്. അപ്പൊ ഇവിടെ എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് കിട്ടാ. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂരിലേക്കാണ് കേട്ടോ. തൃശ്ശൂരിലേക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാനാണ് പോകുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത്. നിങ്ങളാരും അങ്ങനെ വലിയ വീഡിയോസൊന്നും വരാത്ത രണ്ടാൾക്കാരാണ്, പക്ഷെ രണ്ടും ഫേമസ് ആൾക്കാരാകാൻ പോകുന്നവരാണ്. അപ്പോൾ അവരെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ വേറൊരു ചാലഞ്ചും, ഒരു ചാലഞ്ചല്ല, ഒരു പരീക്ഷണം ഇൻ ബിറ്റ്വീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ തൃശ്ശൂർ പോകുന്ന വഴിയിൽ 2 എട്ടുപുള്ളി കടകളുണ്ട്. രണ്ട് മൂന്ന് കടകൾ അടുപ്പിച്ചിങ്ങനെ ഒരു നമ്മുടെ ഈ ട്രാഫിക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ല വഴിയോരത്തുണ്ട്. ഇവിടെ ഒരു കടയിൽ ഗംഭീര തിരക്കും, ഒരു കടയിൽ വലിയ തിരക്കുമില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ തിരക്കിൻ്റെ രഹസ്യം എന്ന് അറിയണം, അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും അറിയണം. ചിലപ്പോൾ എല്ലാവരും ഈ തിരക്ക് കണ്ട് വരുന്നവരുണ്ടാവും, തിരക്ക് കാണാതെ അവിടെ തിരക്കൊന്നുമില്ല, കൊള്ളില്ല, അതുകൊണ്ടേക്ക് അവിടെ പോകാത്തെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണോ, അത് ഇവിടുത്തെ ടേസ്റ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ടേസ്റ്റ് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് പരീക്ഷണമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ തിരക്ക് എന്തോരുണ്ട് എന്ന്. ഇവിടെ നിൽക്കുന്ന വണ്ടി കണ്ടോ, ഇവിടെ ഉള്ള വണ്ടി, ഈ എൻ്റെ വണ്ടി, എന്നിട്ട് അവിടെ കാണുന്ന എല്ലാ വണ്ടികളും, ഇവിടെ ഇങ്ങനെ കുറേ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു കുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് ഇഷ്ടം പോലെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. വെയിറ്റ് ചെയ്ത് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും, അവിടെ ഒരു കുന്നുകൂടി വെയിറ്റ് ചെയ്യുന്നത് ദൂരത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്ക് അല്ലെങ്കിൽ ഈ ഒരു തിരക്കിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിലെ ഫുഡ് തന്നെ ആയിരിക്കുമല്ലോ, അവിടെ എന്താണ് കൊടുക്കുന്നത് ആ സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അതും തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലേക്ക് കൂടിയിട്ട് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് എന്താ പറയുക ടെസ്റ്റ് ചെയ്യാൻ പോകണം, കഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതാണ് വീഡിയോ. നമുക്ക് ഒരു ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അവിടെ തിരക്കായതുകൊണ്ട് നിൽക്കണ്ട, ഇൻ ബിറ്റ്വീൻ ഇതൊക്കെ പോലീസ് പോകുന്ന ഏരിയയാണ്. പറയാൻ പറ്റില്ല, ഏതൊരു പോലീസുകാരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും തീരും. നൈസായിട്ട് ഫൈൻ അടച്ച് കിട്ടും. സാമൂഹ്യം എന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കും, അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പോയിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഐറ്റം മേടിച്ചോളൂ. അതിൻ്റെ പേര് പഴം മിൽക്ക് എന്നാണ്. 30 രൂപയാണ് ഇതിൻ്റെ വില. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെ ഉണ്ടാവുമെന്ന്. കിടുക്കോ പൊളിക്കോ നോക്കണ്ട. എന്നിട്ട് അപ്പുറത്തും ഉണ്ട് പഴം മിൽക്ക്, അതും കഴിക്കാം. പിന്നെ സെപ്പറേറ്റ് കുടുക്ക സർബത്ത് ഉണ്ട്, അതും കഴിക്കാം. ഒരു സർബത്ത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ സംഭവം. അപ്പോൾ നമുക്ക് തകർക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ പഴം മിൽക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. നോക്കാം ഇതെങ്ങനെയായിരിക്കും എന്ന്. നമ്മുടെ പറഞ്ഞ പോലെ തിരക്കുള്ള കടയിൽ നമ്മളെപ്പോഴും കയറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇനി തിരക്കില്ലാത്ത കട കയറിയാലും നന്നാവുമോ എന്നുള്ളതില്ല. അപ്പോൾ അതൊരു പരീക്ഷണം നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പരീക്ഷണത്തിൽ ഇവരെന്നെ തിരക്കുള്ള കട തന്നെ വിജയിക്കും എന്ന്. ഞാൻ കാണിച്ചു തരാം കേട്ടോ കട എങ്ങനെയൊക്കെയാണെന്ന്. സംഭവം കുഴപ്പമില്ല. ഞാൻ പഴം കഴിക്കാത്ത ഒരാളാണ്, എന്നാലും എന്താ പറയുക, ഒരു അവിലിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടൊരു അവിലിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല, എന്നാലും ഇപ്പോൾ ഈ ചൂടത്തൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ കുടിക്കുകയാണെങ്കിൽ സംഭവം 100% ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ പരീക്ഷണം ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാവത്തില്ല. അതാണിപ്പോൾ ഈ ഒരു പഴം സർവത്തിൻ്റെ റിസൾട്ട്. നമുക്ക് ബാക്കി നോക്കി കളയാം എന്തായാലും. നമുക്ക് കുടിച്ചെടുക്കട്ടെ കേട്ടോ, നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കുടിക്കാൻ പറ്റും, കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അയ്യൊന്നും തുപ്പി കളയാനൊന്നും അങ്ങനത്തെ ഒരു ഫീലൊന്നും തോന്നുന്നില്ല. അത്ര മോശമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ മോശമൊന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ചൂടത്തേക്ക് ഒന്ന് ബോഡി ഒന്ന് ചില്ലാക്കാനൊക്കെ ഒരു സാധനമൊക്കെ ഇടുവാണ്. വളരെ രുചികരമായിട്ട് വന്ന ആ തിരക്കിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ തോന്നുന്നില്ല. ഇവിടെ കുടുക്ക സർബത്തും കൂടെ ഉണ്ട്, അത് നോക്കി പറയാം.
കുടുക്ക സർബത്ത് ഇതിൽ തന്നെ കേട്ടോ അവർ കൊടുക്കുന്നത്. കാരണം കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സിലല്ല, പേപ്പർ ക്ലാസ്സിലാണല്ലോ എല്ലാവരും കൊടുക്കുന്നത്. അത് തന്നെയാണ് അവർ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് കുടുക്ക സർബത്ത് ഓർഡർ ചെയ്തു. പക്ഷെ കുടുക്കയിലല്ല കിട്ടിയത്, സംഭവം കിട്ടിയത് ഇതുപോലെയുള്ള ഗ്ലാസ്സിലാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഇതുകൂടി ഞാൻ നിർത്തുകയാണ്. മറ്റേ ചലഞ്ച് ഞാനിവിടെ വെച്ച് ഉപേക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ മറ്റൊക്കെ ടേസ്റ്റ് ചെയ്തു. അത് അത്ര ഇഷ്ടമായില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ലേ, നന്നായിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഫുൾ അലമ്പ് ക്രിട്ടിക്കലായിരിക്കും. അത്യാവശ്യം നന്നായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു തിരക്കിനനുസരിച്ചുള്ള സംഭവമൊന്നുമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ എന്താണെന്ന് അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മോശമാക്കി പറഞ്ഞതല്ല, മീൻസ് ഒരു ചില്ലാവാൻ കൂടിയാൽ, അല്ലാതെ ഗംഭീര ടേസ്റ്റ് കൊണ്ട് ദൂരത്ത് നിന്ന് ആൾക്കാർ വരുന്ന ആ ഒരു ഫീലിംഗ് ഇല്ല. അത്രയും ഉദ്ദേശമുള്ളതുകൊണ്ടാണ്. ഫൈൻ. എനിക്ക് അങ്ങനെ തന്നെ എനിക്കിഷ്ടമായി. കുഴപ്പമില്ല. സ്പൈസി ഒക്കെ ഉണ്ട്, ചെറിയ ഒരു കാന്താരിയുടെ സ്പൈസി ഒക്കെ ഉണ്ട് സംഭവം. ഞാൻ തീർക്കട്ടെ. ഇന്ന് സംഭവം കഴിച്ചത് ഞങ്ങൾ വീട്ടിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളൂ. വലുതില്ല, ഏകദേശം ഇപ്പോൾ ഒരു 100-ൽ മാർക്ക് കൊടുക്കാമെന്ന് കരുതി. 100-ലൊരു 70 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയും ഒരു സെറ്റപ്പല്ല, ടേസ്റ്റേ ഉള്ളൂ. കാരണം ഞാൻ വേറെ പഴമ്പൊരിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിസൈസ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്, ഒരു അഭിപ്രായം പറയുന്നതാണ്. നിങ്ങൾ ഒരു മോശമായിട്ട് പറഞ്ഞെടുത്തവർ പറയരുത്. ജസ്റ്റ് ഒരു ക്രിറ്റിസിസം പറഞ്ഞതാണ്. ഏകദേശം കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് നമ്മൾ തിരക്കിട്ട് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് നേരെ ഇനി തൃശ്ശൂർ പോകണം, അവരെ കാണണം. അതായത് നമ്മുടെ വിഷ്ണു ആൻഡ് വന്ദന, അവർ രണ്ടുപേരും കാണണം. അപ്പോൾ വന്ദന എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടോ ബ്ലോഗറാണ് വിഷ്ണു. പിന്നെ നമ്മുടെ മുമ്പ് വീഡിയോയിലൊക്കെ വിഷ്ണു ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മോള് വീഡിയോ നാം കൊടുത്തിരിക്കാം. നമ്മുടെ ആനന്ദാബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CCOKയുടെ യൂട്യൂബേഴ്സിൻ്റെ എല്ലാ യൂട്യൂബേഴ്സും വെച്ച മീറ്റപ്പിൽ ആ ഒരു ആനന്ദാബസ് എന്നുള്ളൊരു എന്താ പറയുക ലൈറ്റ് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു, ആ വിഷ്ണുവാണ് ഈ വിഷ്ണു. ഓക്കെ, ആളെ കാണിച്ചു തരാം. ഇനി ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ ഒരു കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാം. അതൊക്കെ കാണിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് വിടാം. അതിന് മുമ്പ് അവരൊന്ന് വിളിക്കണം. അവരെവിടെ എത്തിയോ എന്തോ. അപ്പോൾ ഇതേ നമ്മൾ തൃശ്ശൂരിലെ യാത്ര കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ രണ്ടാൾക്കാരെ കണ്ടുപിടിക്കുകയാണ്. വെറുതെ അല്ല, കേരളത്തിലത്തെ യങ്ങസ്റ്റ് ഓട്ടോ ബ്ലോഗർ വന്ദന, പിന്നെ ആളുടെ ചേട്ടൻ ആളെ കണ്ടിട്ടുണ്ടല്ലോ. ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആള്. മറ്റേന്താ ആനന്ദ വിളിച്ചിന്റെ വീഡിയോ തൃശ്ശൂർ കൊണ്ടിട്ട് ഞങ്ങൾ ഷർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഞങ്ങളെ പോരി നടത്തിച്ച് ഗൈസ്. അതെ, ഞാൻ ഇവർ ഓൾറെഡി അതായത് ഇവർ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കല്ലോ. അപ്പം ദഹിക്കാൻ നടപ്പിച്ചാണ് അവർ. ഓൾറെഡി ഞാൻ ദഹിക്കാനൊക്കെ നടപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഡ്രസ്സും വണ്ടിയിലൊക്കെ കാണിച്ചിട്ടോ. അവരുടെ ക്യൂനോ ഫീൽസിന്റെ പതക്കം, എന്താണ് ചിഹ്നം, അത് തന്നെ പതക്കം ചിഹ്നം, അതെ ഇവിടെയുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ഇവരിപ്പോൾ ഓൾ കേരള ഓട്ടോ എക്സ്പെഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ ഇവരുടെ ചാനൽ ലിങ്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഇവരെന്തായാലും സപ്പോർട്ട് ചെയ്തേക്കണം. ഇപ്പോൾ ഇവർ ഓരോ ഏരിയയിലൊക്കെ എത്തുമ്പോൾ ഇപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ ഉണ്ട്, ഇവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും തള്ളാണെങ്കിൽ നടക്കുമെന്നല്ലോ നമുക്കറിയില്ലല്ലോ, പക്ഷെ കണ്ടാലോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓക്കെ, നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായിരിക്കും ടാറ്റ. ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ
കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഡാറ്റ അവരുടെ വണ്ടിയാണ്, അവർ പോകുന്ന വണ്ടിയാണ് അവിടെ കാണുന്നത്. അവർ ഇത്ര ഡെഡിക്കേഷനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീഡിയോസും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മൈൻഡ് അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിട്ട് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കടമയല്ല. അപ്പോൾ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു വണ്ടി കാണിച്ചു തരാം.